സങ്കീർത്തനങ്ങൾ 10. യഹോവേ, നീ ദൂരത്തു നിൽക്കുന്നതെന്തു? കഷ്ടകാലത്തു നീ മറഞ്ഞു കളയുന്നതുമെന്തു? ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ. ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു. ദുരാഗ്രഹി യഹോവയെ ത്യജിച്ചു നിന്ദിക്കുന്നു. ദുഷ്ടൻ ഉന്നതഭാവത്തോടെ അവൻ ചോദിക്കയില്ല എന്നു പറയുന്നു. ദൈവം ഇല്ല എന്നാകുന്നു അവന്റെ നിരൂപണമൊക്കെയും. അവന്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു. നിന്റെ ന്യായവിധികൾ അവൻ കാണാതെ വണ്ണം ഉയരമുള്ളവ. തന്റെ സകല ശത്രുക്കളോടും അവൻ ചീറുന്നു. ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാളും ആളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്നു അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവന്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു. അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു. മറവിടങ്ങളിൽ വെച്ചു അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു. അവൻ രഹസ്യമായി അഗതിയുടെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു. സിംഹം മുറ്റുകാട്ടിലെന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു. എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു. എളിയവനെ തന്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു. അവൻ കുനിഞ്ഞു പതുങ്ങിക്കിടക്കുന്നു. അഗതികൾ അവന്റെ ബലത്താൽ വീണുപോകുന്നു. ദൈവം മറന്നിരിക്കുന്നു. അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു. അവൻ ഒരു നാളും കാണുകയില്ല എന്നു അവൻ ഹൃദയത്തിൽ പറയുന്നു. യഹോവേ, എഴുന്നേൽക്കേണമേ. ദൈവമേ, തൃക്കൈ ഉയർത്തേണമേ. എളിയവരെ മറക്കരുതേ. ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല എന്നു തന്റെ ഉള്ളിൽ പറയുന്നതും എന്തിനു? നീ അത് കണ്ടിരിക്കുന്നു. തൃക്കൈ കൊണ്ടു പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കിക്കണ്ടിരിക്കുന്നു. അഗതി തന്നെ താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു. അനാഥനു നീ സഹായിയാകുന്നു. ദുഷ്ടന്റെ ഭുജത്തെ നീ ഒടിക്കേണമേ. ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെയാകുവോളം അതിനു പ്രതികാരം ചെയ്യണമേ. യഹോവ എന്നേക്കും രാജാവാകുന്നു. ജാതികൾ അവന്റെ ദേശത്തുനിന്നു നശിച്ചു പോയിരിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടുത്താതിരിപ്പാൻ നീ അനാഥനും പീഡിതനും. ന്യായപാലനം ചെയ്യേണ്ടതിനു യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ചു കേൾക്കുകയും ചെയ്യുന്നു.